بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما رب يسر ولا تعسر وتمم بالخير അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആദ്യമായിട്ട് തന്നെ പറയാണ്, ഫസ്റ്റ് ടൈം ആണ് ഒരു വലിയൊരു ഓഡിയൻസ് ആയിട്ട് ലൈവായിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പം മിസ്റ്റേക്സുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ എല്ലാവരും ഒന്ന് മാപ്പാക്കി തരണം. എന്തെങ്കിലും ഹയർ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ അതെല്ലാം അള്ളാഹിൽ നിന്ന് മാത്രമാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വരികയാണെങ്കിൽ അത് എന്നിൽ നിന്നും ഷെയ്ത്താനിൽ നിന്നും മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്താണ് ആദ്യമായിട്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മൾ കുറെ കാലമായിട്ട് കാത്തിരുന്ന ഗസ്റ്റ് ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് പോയി. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു. കുറെ ആളുകൾക്കൊക്കെ അൽഹംദുലില്ലാഹ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനും പറ്റിയിട്ടുണ്ടാകും. പക്ഷെ പല ആളുകൾക്കും കുറച്ചും കൂടെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ റമദാൻ ഇത്തിരിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും അല്ലെ. അപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ ആ ഒരു റമദാൻ ഡിപ്പിലായിരിക്കും, കുറച്ച് ചെയ്യാൻ പറ്റാത്ത വിഷമങ്ങളും അതുപോലെ തന്നെ ആ ഒരു പ്രയാസമൊക്കെ അനുഭവിച്ച് നിൽക്കുന്ന ചില ആളുകൾക്ക് ആ ഒരു സമയമായിരിക്കും. അപ്പോ ഇന്ന് ഞാൻ ഒരു നോർമൽ കോമൺ ആയിട്ട് ഒരു ടോപ്പിക്കാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്പം നൽകട്ടെ. അപ്പോ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, എല്ലാവരും നോർമലി കേട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കുറെ ആളുകൾക്ക് അതിന് ഉത്തരം ലഭിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും. ചില ആളുകൾക്ക് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ഖുർആൻ ആയത്ത് ഓർമ്മ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ എല്ലാവരും മറ്റോ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. എന്താണ് എന്റെ ജീവിത ലക്ഷ്യം? ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിലൊന്ന് മെസ്സേജ് ചെയ്യാം. എന്താണ് എന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആൻസർ? എല്ലാവർക്കും ജന്ന. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമുക്കിപ്പോ അള്ളാഹുവിന്റെ ദീനൊക്കെ പഠിച്ച സമയമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ അറ്റ്മോസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ജന്നയാണെന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ഇപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ദീനെ കുറിച്ച് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അത്രയൊന്നും പ്രാക്ടീസ് ചെയ്യാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഈ വേൾഡിലെ കുറെ ലക്ഷ്യങ്ങളായിരിക്കും നമ്മളൊക്കെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാകുക അല്ലെ. അപ്പൊ അള്ളാഹുവിന്റെ ജന്ന അത് തന്നെയാണ് അൽഹംദുലില്ലാഹ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊക്കെ ഖുർആനിൽ ഒരു ആയത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ദാരിയാത്തിലെ 56-ാമത്തെ ആയത്ത് എല്ലാവർക്കും അറിയുന്ന ആയത്താണ്. എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോർമലി നാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഖുർആനിൽ പല സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ റബ്ബക്ക അങ്ങനെയൊക്കെ അള്ളാഹുവിനെ അങ്ങനെയൊക്കെയാണ് അള്ളാഹു വിശേഷിപ്പിക്കാറ്. ഇവിടെ അള്ളാഹു സ്വന്തം എടുത്ത് പറയാണ്, വമാ ഖലഖതുൽ, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, അൽ ജിന്ന വൽ ഇൻസ, ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും, ഇല്ല ലിയഅ്ബുദൂൻ, എന്താണ്? എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. അപ്പൊ നമ്മളുടെ ഈ ലോകത്തുള്ള ജീവിത ലക്ഷ്യം എന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ്, ആ ഇബാദത്ത് ചെയ്യലാണ് റബ്ബ് നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ യഅ്ബുദൂൻ എന്നുള്ള വാക്ക്, യഅ്ബുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു അത് ഉപയോഗിച്ചിട്ടുള്ളത് എപ്പോഴും, അതായത് ഒരു പ്രസന്റ് ടെൻസ് ആയിട്ട് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രാമറൊക്കെ അറിയുന്നവർക്ക് കുറച്ചൊക്കെ അറിയായിരിക്കും. യഅ്ബുദ് എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ്, ആരാധിക്കുക, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മത്തിനാണ് പറയാം അല്ലെ. അപ്പോ നമുക്കറിയാം ഈ അബുദ് എന്നുള്ള വാക്കിന്റെ റൂട്ട് ലെറ്റർ ഐൻ, ബ ആൻഡ് ദാൽ. അബുദ്, അബുദ് എന്ന് പറഞ്ഞാല് എന്താണ് അർത്ഥം? സ്ലേവ് അല്ലെ, അല്ലെങ്കിൽ അടിമ. അപ്പൊ ഈ അടിമ, അള്ളാഹുവിന്റെ അടിമയായിരിക്കണം നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ എന്താണ് ഈ അബുദ്, അല്ലെങ്കിൽ അബ്ദും റബ്ബും തമ്മിലുള്ള ബന്ധമാണ് എന്താണ്? നമ്മളിപ്പോ ഈ ഒരു വേൾഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബുദ് അല്ലെങ്കിൽ സ്ലേവ് മാസ്റ്റർ, അല്ലെങ്കിൽ അടിമ, ഉടമ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു നെഗറ്റീവ് തോട്ടാ വരാം
അതായത് എപ്പോഴും അടിമയായിരിക്കുക, അയാൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുക, അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് യാതൊരു തീരുമാനങ്ങളും എടുക്കാൻ പറ്റാത്തൊരു വ്യക്തി. ഇങ്ങനെയൊക്കെയായിരിക്കും നമുക്ക് ഈ വേൾഡിൽ ഒരു നെഗറ്റീവ് തോട്ടാണ് അബദ്, സ്ലേവ് എന്നൊക്കെ കേൾക്കുമ്പോൾ. അതുകൊണ്ട് നമുക്ക് അള്ളാഹുന്റെ അടിമ എന്ന് പറയുമ്പോൾ നമ്മൾ മുസ്ലിങ്ങൾക്ക് കേൾക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ പുറത്ത് നിന്ന് ഒരാൾ കേൾക്കുമ്പോൾ എന്താണ് എപ്പോഴും ഒരു ആള് പറഞ്ഞത് അങ്ങനെ കേട്ട് എങ്ങനെ ജീവിക്കുക, അതെന്ത് പ്രയാസമാണ്, ഇതൊക്കെ ആയിരിക്കും ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസി അല്ലാത്തൊരു എന്താണ് വ്യക്തി കേൾക്കുമ്പോൾ തോന്നാം അല്ലെ. അപ്പൊ യഥാർത്ഥത്തില് എന്താണ് അബദിന് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗവൺമെന്റ് സ്കൂളിനെയും അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിനെയും നോക്കാം. ഇപ്പൊ പ്രൈവറ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ചിട്ടയോടുകൂടി എല്ലാവരും സെയിം യൂണിഫോം ധരിക്കണം, അതുപോലെ തന്നെ ഇന്ന സമയത്ത് സ്കൂളിൽ എത്തണം, അതുപോലെ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് നമ്മൾ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് കിട്ടും. നേരെ മറിച്ച് ഒരു ഗവൺമെന്റ് സ്കൂൾ ആയിരിക്കുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും, ഇഷ്ടമുള്ള സമയത്ത് വരാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് അല്ലാത്തൊരു ലൈഫായിരിക്കും. അപ്പോൾ ഒരു നോർമലി ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടി ഈ ഒരു ഗവൺമെന്റ് സ്കൂളിനെ കേൾക്കുമ്പോൾ എന്ത് സുഖം, അവർക്ക് എന്തും തോന്നിയ പോലെ ചെയ്യാം എന്നായിരിക്കും ആ ഒരു കുട്ടിക്ക് തോന്നുക. പക്ഷെ നമ്മൾക്കറിയാം കുറച്ചും കൂടെ മുതിർന്ന ഒരാളുകളാണെങ്കിൽ അവരുടെ പാരന്റ്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മക്കളെ പ്രൈവറ്റ് സ്കൂളിലേക്കാണ് എന്താണ് സെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുക, കാരണം ഡിസിപ്ലിൻ പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, അത് തന്നെയാണ് റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ. നമ്മള് അള്ളാഹുവിന്റെ അടിമയാകുമ്പോൾ നമ്മളുടെ ലൈഫിനൊക്കെ കംപ്ലീറ്റ്ലി ഡിസിപ്ലിൻഡ് ആയിരിക്കും. നമ്മൾ മറ്റൊന്നിനും അടിമയാകുന്നില്ല. അതായത് ഈ വേൾഡിലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അടിമയാകുമ്പോഴാണ് റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പ്രയാസമായി തോന്നുന്നത്. നമുക്കറിയാം ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ അവരുടെ ഡ്രസ്സിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കിയാൽ മതി. അവർക്ക് എന്തുകൊണ്ടാണ് ശരീരം മറക്കാൻ ഇഷ്ടമില്ലാത്തത്? അപ്പൊ അവരുടെ ഫ്രീഡം അവിടെ പോവാന്ന് അവർ പറയാണ്. അവര് ഈ ലോകത്തിന്റെ ട്രെൻഡിനനുസരിച്ചിട്ട് ഫോളോ ചെയ്ത് പോവാണ് അല്ലെ. പക്ഷെ നമുക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു വസ്ത്രധാരണം പറഞ്ഞിട്ടുണ്ട്. ആ റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാളെ ജന്നത്തുൽ ഫിർദൗസ് ലഭിക്കും നമ്മൾ ഈ ഒരു അള്ളാഹു പറഞ്ഞിട്ടുള്ള വസ്ത്രധാരണം ചെയ്താൽ എന്നുള്ളത്. അപ്പോ ഈ വ്യക്തികളൊക്കെ അതായത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ തന്നെ അടിമയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാലഘട്ടത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ കൾച്ചറിനനുസരിച്ചിട്ട് സൊസൈറ്റിക്ക് അനുസരിച്ചിട്ട് ആളുകൾ ചെയ്യുന്നത് അതിന്റെ അടിമകളായിട്ടാണ് അവർ മാറുന്നത്. അപ്പൊ അവിടെ അവർക്ക് ഫ്രീഡം ലഭിക്കുന്നുണ്ട് എന്ന് അവർക്ക് വെറും തോന്നൽ മാത്രമാണ് യഥാർത്ഥത്തിൽ. അവരാണ് ശരിക്ക് ഫ്രീഡം ഇല്ലാത്ത അടിമകൾ. നമ്മൾ അള്ളാഹുവിന്റെ അടിമകൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഫ്രീഡം ഉള്ളൂ. നമുക്ക് ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, റബ്ബിനെ മാത്രം ബോധിപ്പിച്ചാൽ മതി അല്ലെ. മറ്റേത് അവരെന്ത് വിചാരിക്കും, മറ്റാളുകൾ എന്ത് ചിന്തിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നോക്കിയാൽ നമുക്ക് സത്യം പറഞ്ഞാലും ഫോർവേഡ് ചെയ്യാൻ പറ്റൂല. പക്ഷെ എനിക്കറിയാം എന്റെ റബ്ബിന് ഇത് ഇഷ്ടമാണ്, അള്ളാഹു പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്, എന്റെ റബ്ബിനെ തൃപ്തിപ്പെടുത്താനാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രവൃത്തി ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ റബ്ബായിട്ടുള്ള ഒരു അബുദാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ എന്ത് ലഭിക്കുന്നത്? സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ലഭിക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇനി അത് മാത്രല്ല, റബ്ബ് എന്നുള്ള വാക്ക് അള്ളാഹു സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിനാണ് എന്താണ് പറയാ, റബ്ബായിട്ടുള്ള അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. സ്തുതി എന്ന് പറയുമ്പോൾ ഹംദ് എന്നുള്ള വാക്കിനെ നമ്മൾ സ്തുതിയിൽ ഒതുക്കാനൊന്നും പറ്റില്ല. അത് വലിയൊരു ഒരുപാട് മനസ്സിലാക്കാനുള്ളൊരു വാക്കാണ്. യഥാർത്ഥത്തില് അതില് എന്താണ് നമ്മൾ ശുക്റും അതുപോലെ തന്നെ മദ്ഹും സനാഉം ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അതായത് അള്ളാഹുവിന്റെ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അള്ളാഹിനെ നമ്മൾ പ്രേസ് ചെയ്യുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ കൂടിയൊരു വാക്കാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ കൂടെ തന്നെ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് റബ്ബിൽ ആലമീൻ. റബ്ബ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു നാഥൻ എന്ന് മാത്രമല്ല, അതിൽ ഒരുപാട് ആ വാക്കിന് തന്നെ ഒരുപാട് അർത്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് റബ്ബ് എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മളെ കൺട്രോൾ ചെയ്യുന്നവനാണ്, അതുപോലെ തന്നെ നമ്മളെ ഓൺ ചെയ്യുന്നവനാണ്, അതുപോലെ നമുക്ക് ഗിഫ്റ്റ് നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്, അതുപോലെ നമ്മളെ നിലനിർത്തുന്നവനാണ്. അങ്ങനെ ഒരുപാട് നാമങ്ങൾ ഈ റബ്ബിന്റെ അർത്ഥത്തിൽ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആലോചിച്ച് നോക്കാം, നമ്മൾക്ക് അതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള തോന്നുന്നത് മുൻഇം എന്നുള്ളൊരു വാക്കുണ്ട്. അതായത് ഗിവർ ഓഫ് ഗിഫ്റ്റ്, നമുക്ക് ഗിഫ്റ്റ് നൽകുന്നവൻ അല്ലെങ്കിൽ എന്താണ് സമ്മാനം നൽകുന്നവൻ എന്നുള്ളൊരു അർത്ഥം കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഈ വേൾഡിൽ ഒരു വ്യക്തി നമുക്ക് ഭയങ്കര വില പിടിപ്പുള്ള ഒരു സാധനം നൽകിയെന്ന് വിചാരിക്കാം. അപ്പോൾ അത് വേറെ ആരെങ്കിലും നമുക്ക് നമ്മുടെ അടുത്ത് പറയണേ ഞാൻ ഇത്ര പൈസ തരാം എനിക്ക് തരുമോ എന്ന് ചോദിച്ചാല് നമുക്കത് ആ നൽകിയ ആ വ്യക്തിന്റെ
ആ ഒരു ഗിഫ്റ്റ് ഭയങ്കര വലുതാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പം ആ ഒരു മണിക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പൈസക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം നമ്മളുടെ ആ ഗിഫ്റ്റ് കൊടുക്കാം. പക്ഷെ നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ ഇത്ര എമൗണ്ട് പൈസ എനിക്ക് തരാം, നീ നിന്റെ മൂക്ക് എനിക്ക് തരുമോ, അല്ലെങ്കിൽ നീ എന്റെ കണ്ണ് എനിക്ക് തരുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കൊടുക്കും? സുബ്ഹാനല്ലാഹ്, അത്രയും വലിയ ഗിഫ്റ്റാണ് നമ്മളുടെ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഓരോന്നും. നമ്മളുടെ ഓരോ അവയവങ്ങളും അത്രയ്ക്കും വലിയ ഗിഫ്റ്റാണ്. പക്ഷെ നമ്മളൊക്കെ അതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് അല്ലെ. യഥാർത്ഥത്തിൽ ഒരു അടിമ ഉടമ എന്ന് പറയുമ്പം ഉടമക്ക് നമ്മളുടെ അടുത്ത് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. പക്ഷെ നമ്മളുടെ റബ്ബ് നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഓരോ സെക്കൻഡും നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. റഹ്മാനാണ്. അപ്പൊ ആ അബ്ദ്, അതായത് ആ അള്ളാഹുവിന്റെ അടിമ എന്നുള്ള ആ ഒരു ഹാറ്റാണ്. ഞങ്ങളുടെ ഒരു ഹാറ്റിന്റെ പിക്ചർ വെക്കാൻ തന്നെ കാരണം ആ ഒരു തൊപ്പി നമ്മൾ സദാസമയം ധരിക്കണം. നമുക്ക് ഒരു സമയത്തും യഥാർത്ഥത്തിൽ ഈ ഒരു അബ്ദ് എന്നുള്ള തൊപ്പി എടുത്ത് കളയാൻ നമുക്ക് യാതൊരു വഴിയും ഇല്ല അല്ലെ. നമ്മള് എന്താണ് ആബിദ് എന്ന് കേട്ടിട്ടുണ്ട്. ആബിദ് എന്ന് പറഞ്ഞാല് ആരാധിക്കുന്നവൻ എന്നർത്ഥം. പക്ഷെ അബ്ദ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇബാദ് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ അടിമ അല്ലെങ്കിൽ അടിമ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു അബ്ദ് അല്ലെങ്കിൽ ഒരു ഇബാദിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ആകേണ്ടത്. ആബിദ് മാത്രമായി പോയാൽ നമ്മൾ കുറച്ച് കർമ്മങ്ങൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ എന്താകും, ആ ഒരു ജോബ് വിടും. അപ്പൊ നമ്മൾ എപ്പോഴും 100% അബ്ദ് ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ഞാനിപ്പോ പറഞ്ഞത് നമുക്കറിയാം, നമ്മൾ സ്ത്രീകളാണ്, നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും അല്ലെ. നമ്മൾ പല പല ഹാറ്റ്സും ധരിക്കുന്നവരാണ്. അതായത് നമ്മൾ 100% അള്ളാഹുവിന്റെ സ്ലേവ് ആണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമയാണ്. പക്ഷെ അതേ സമയം നമ്മൾ എന്താണ്, ഒരു മകളായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭാര്യ ആയിരിക്കും, ഒരു ഉമ്മയായിരിക്കും, ചിലപ്പോൾ ഒരു ഫ്രണ്ട് ആയിരിക്കും, അതുപോലെ തന്നെ അള്ളാഹുന്റെ ദീന് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരിക്കും, അതല്ലെങ്കിൽ നോർമലി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരിക്കും, അതല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആയിരിക്കും. അങ്ങനെ ഈ പല പല ഹാറ്റ്സും നമ്മൾ ധരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഓരോ ഹാറ്റ്സ് ധരിക്കുമ്പോഴും അതിന്റെ മുകളിൽ നമ്മൾ അള്ളാഹുവിന്റെ അടിമ എന്നുള്ള ആ ഒരു ഹാറ്റ് നമ്മൾ ഓരോരുത്തരും ധരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ഉമ്മയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഉമ്മയാകുമ്പോൾ നമുക്കറിയാം നമ്മുടെ മക്കളെ ഏറ്റവും നന്നായിട്ട് നമ്മൾ തർബിയത്തോടു കൂടി എന്താണ് പറയാ, അവർക്ക് നസിഹത്ത് അഡ്വൈസുകൾ കൊടുക്കണം. അതുപോലെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം. അതുപോലെ ചെറിയ മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കൂല. നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ അവിടെ വരുന്നുണ്ടാകും അല്ലെ. അപ്പോഴൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ ഇത് എന്തൊരു കഷ്ടമാണെന്ന് ചില സമയത്ത് പലരും വിചാരിച്ചു പോയിട്ടുണ്ടാകും. അതായത് നമുക്ക് വിചാരിച്ച പോലെ ആരാധന ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ഇതാക്കുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇത് എന്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ള അമാനത്താണ്, അല്ലെങ്കിൽ ഇത് എന്റെ റബ്ബ് നിശ്ചയിച്ച ഒരു സമയമാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ എങ്ങനെയാണ് റബ്ബിന് ഇഷ്ടമുള്ളത് അതുപോലെയാണ് ഞാൻ എൻ്റെ ഈ ഒരു കുഞ്ഞായിട്ട് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മളുടെ തോട്ട്സ് നമ്മൾ മാറ്റി എടുത്താൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഭയങ്കര സമാധാനം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഒരു ഭാര്യയാകുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് ബാധ്യതയുള്ളത് നമ്മളുടെ ഭർത്താക്കന്മാരുടെ അടുത്താണ് അല്ലെ. അപ്പം ഭർത്താവിന് എന്താണോ ഇഷ്ടമുള്ളത് എന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ അതിനർത്ഥം നമ്മൾ അള്ളാഹുവിന്റെ ഹാറ്റ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമയായ എന്നുള്ള ഒരു ഹാറ്റിന്റെ മുകളിൽ നമ്മളിത് വെക്കാനും പാടില്ല. ഇപ്പോ നമ്മൾ കേട്ടിട്ടുണ്ടാകും കുറെ ആളുകളൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ നിസ്കാരവും കാര്യവും വസ്ത്രധാരണൊക്കെ ചെയ്തവരായിരിക്കും. പക്ഷെ ഭർത്താവ് വന്നതോടു കൂടി അദ്ദേഹത്തിന് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തട്ടൊഴിവാക്കി അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതെന്താണ്, അവര് അള്ളാഹു എന്നുള്ള ആ ഒരു അള്ളാഹുവിന്റെ അബുദിനേക്കാളും മുകളിൽ എന്ത് വെച്ചു, അള്ളാഹു ഒരു ഭാര്യ എന്നുള്ളൊരു പദവി വെച്ചു. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, എല്ലാത്തിന്റെ മുകളിലും എന്റെ റബ്ബിന്റെ അടിമയാണ് എന്നുള്ള ആ ഒരു തോട്ട് നമ്മൾ സദാസമയം കീപ്പ് ചെയ്യണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു തോട്ട് നമ്മളിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും അതിനുള്ള എളുപ്പം നൽകട്ടെ. ആമീൻ. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിരിക്കും, പക്ഷെ നമുക്കറിയാം നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലി നമുക്കത് ചെയ്യുമ്പോൾ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് കാര്യങ്ങൾ നിയത്ത് വെച്ചാലും അത് നമുക്ക് ഭയങ്കര ഹൈർ ആയിരിക്കും.
ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഈ ഇപ്പൊ നമ്മൾ കുറെ ഹാറ്റ്സ് പറഞ്ഞു, നമ്മൾ ഏത് സാഹചര്യത്തിലാകുമ്പോഴും നമ്മളുടെ നിയ്യത്ത് നമ്മൾ ക്ലിയർ ആക്കണം. അതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതായത് നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ റബ്ബിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ത്രീകളാണ്, ചില ആളുകളൊക്കെ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടാകും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു കോംപ്ലിമെന്റ് നമ്മൾ പ്രതീക്ഷിക്കും. നമുക്കറിയാം ഇത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അതായത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിനെ ഏറ്റവും നന്നായിട്ട് നമ്മൾ നോക്കണം, അത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു കോംപ്ലിമെന്റ് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് തോട്ട്സ് വരികയാണ് എങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല, നമ്മളുടെ മനസ്സിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചെയ്യുന്നത്. അങ്ങനത്തെ തോട്ട്സ്, അതായത് മറ്റുള്ളവർ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാൻ, നീ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, നീ അങ്ങനെ കൂടെ ചെയ്ത് നന്നായിരുന്നു, അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രിറ്റിസിസം അല്ലെങ്കിൽ നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു ദേഷ്യം ഇതൊക്കെ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിയ്യത്ത് ഒന്നും കൂടെ റിന്യൂ ചെയ്യാനുള്ള സമയമായി എന്നുള്ളതാണ്. കാരണം നിയ്യത്ത് മാറിപ്പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ തോട്ട്സുകളൊക്കെ വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിയ്യത്ത് ഏറ്റവും നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദുആ ആണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ദുആ കൂടെയാണ്. അപ്പൊ ഇതിൽ അദ്ദേഹം പറഞ്ഞത്, ആദ്യം നമുക്ക് ദുആ നോക്കാം. അല്ലാഹുമ്മ ഇജ്അൽ അമലി കുല്ലഹു സാലിഹാ വജ്അൽഹു ലിവജ്ഹിക ഖാലിസാ വലാ തജ്അൽ ലിഅഹദിൻ ഫീഹി ഷൈആ. ഒന്നും കൂടെ, അല്ലാഹുമ്മ ഇജ്അൽ അമലി കുല്ലഹു സാലിഹാ, അല്ലാഹുവേ എൻ്റെ എല്ലാ അമലുകളും നീ സ്വാലിഹാക്കണമേ. വജ്അൽഹു ലിവജ്ഹിക ഖാലിസാ, അതെല്ലാം നിന്റെ വജ്ഹിന് വേണ്ടിയിട്ട് സിൻസിയർ ആയിട്ട് നിനക്ക് മാത്രമാക്കണമേ ആ എല്ലാ കർമ്മങ്ങളും. വലാ തജ്അൽ ലിഅഹദിൻ ഫീഹി ഷൈആ, അതായത് അത് മറ്റൊന്നിലേക്കും അതൊന്നിലേക്കും ആൻഡ് ഡു നോട്ട് മേക്ക് എനിത്തിങ് ഓഫ് ദം ഫോർ എനിവൺ എൽസ്, വേറെ ആർക്കും വേണ്ടിയിട്ട് അതാക്കരുതേ റബ്ബേ. അതായത് നമ്മളുടെ അമലുകൾ മറ്റുള്ളവർ കാണുമ്പോൾ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മാത്രം അള്ളാഹുവിന്റെ വജ്ഹ് മറന്നുകൊണ്ടുള്ളത് ആക്കരുതേ എന്നുള്ളൊരു ദുആണ്. സുബ്ഹാനല്ലാഹ്, വളരെ നമുക്ക് എല്ലാവർക്കും എല്ലാ സമയത്തും ആവശ്യമുള്ള ദുആണ്. നമുക്കറിയാം നിയ്യത്ത് എപ്പോഴും നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. പല സമയത്തും നിയ്യത്ത് പോകുന്നവരാണ് നമ്മളൊക്കെ, അല്ലെ? നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഈ നിയ്യത്ത് എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഏത് കർമ്മം ചെയ്യുമ്പോഴും അള്ളാഹുനോട് നമ്മൾ പറയേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദുആ ആണ് അല്ലാഹുമ്മ ഇജ്അൽ അമലി കുല്ലഹു സ്വാലിഹാ വജ്അൽഹു ലിവജ്ഹിക ഖാലിസാ, നിന്റെ വജ്ഹിനെ മാത്രമാക്കണമേ റബ്ബേ എൻ്റെ ഈ കർമ്മം എന്നുള്ളത്. നമ്മൾ സൂറത്തുൽ ഇൻസാൻ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അതായത് ഭക്ഷണം കൊടുക്കുമ്പം അത് അള്ളാഹുവിന്റെ വജ്ഹിന് മാത്രമാണ്, വേറെ ആരടുത്തുനിന്നും ഒരു നന്ദിയും പ്രതീക്ഷിച്ചുകൊണ്ടല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മുടെ എല്ലാ കർമ്മങ്ങളും. ഒരാളിൽ നിന്ന് ഒരു ശുക്ർ കിട്ടാൻ വേണ്ടിയിട്ട് ആയിരിക്കരുത് നമ്മളുടെ അമലുകളൊന്നും. അതെല്ലാം അള്ളാഹുവിന്റെ വജ്ഹ്, അതായിരിക്കണം നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും മോസ്റ്റ് ഗോൾ. അതാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം, അള്ളാഹുവിന്റെ വജ്ഹ് കാണാൻ, ആ വജ്ഹിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്റ്റോറി പറഞ്ഞുതരാം. ചില ആളുകളൊക്കെ കേട്ടൊരു സ്റ്റോറി ആയിരിക്കും. അബു നസ്റുൽ സയ്യാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്റ്റോറിയാണ്. അദ്ദേഹം പറയാണ്, അദ്ദേഹം ഭയങ്കര പാവപ്പെട്ട ഒരാളായിരുന്നു. അതായത് അദ്ദേഹത്തിന് അങ്ങേയറ്റം കുടുംബത്തിന് നോക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ടീച്ചറുണ്ട്, അഹ്മദ് ബിൻ മിസ്കിൻ എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറുണ്ട്. അതൊരു താബിഈൻ കൂടെയാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ നിന്നും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടെയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രയാസത്തിലാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു അഡ്വൈസ് എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയി. അപ്പോ ഈ ടീച്ചർ അല്ലെങ്കിൽ അഹ്മദ് ബിൻ മിസ്കിൻ പറയാണ്, നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് നിങ്ങൾ കടലിലേക്ക് പോവാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ കൂടെ വരാൻ, നിങ്ങൾക്ക് ഹെൽപ്പ് ആകാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളെ കൂടെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് നിസ്കരിച്ചു, എന്നിട്ട് കടലിലേക്ക് പോയി. അങ്ങനെ അവരുടെ വലയിൽ വലിയൊരു മത്സ്യത്തിന് അവർക്ക് കിട്ടി. അങ്ങനെ ഇവര് അബു നസ്ർ സയ്യാദ് അത് കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് വിറ്റിട്ട്
അനുസരിച്ചിട്ട് എമൗണ്ട് കിട്ടി. അങ്ങനെ അദ്ദേഹം 2 പ്ലേറ്റ് ഫുഡ് കൊണ്ടുവരാണ്. അങ്ങനെ ഒന്ന് എന്തായാലും ടീച്ചർ കൊടുക്കാം, ടീച്ചർ എന്താണ് ഇങ്ങനെ സഹായിച്ചതല്ലേ എന്നുള്ള രീതിയിൽ അദ്ദേഹം ടീച്ചറിന്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ അഹമ്മദ് ബിൻ മിസ്കിന്റെ അടുത്ത് പോയി. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഈ ചെയ്ത കർമ്മം അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ചെയ്തിട്ടുള്ള ഈ ഒരു അഡ്വൈസ് എന്തെങ്കിലും ദുനിയവി ആഗ്രഹത്തോട് കൂടി ആയിരുന്നെങ്കിൽ നിനക്ക് ആ കടലിൽ നിന്നും മത്സ്യം നിന്റെ അടുത്തേക്ക് വരില്ലായിരുന്നു. അതുപോലെ തന്നെ എന്താണ് അള്ളാഹുവിന്റെ ബറക്കത്ത് ആ ഒരു കർമ്മത്തിൽ ഉണ്ടാകില്ലായിരുന്നു, നിനക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ടീച്ചർ അവിടെ അദ്ദേഹത്തിന്റെ ആ ഒരു നീയത്തിന്റെ പ്യൂരിറ്റിയാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു അഡ്വൈസ് അബു നസ്ർ സയ്യാദിന് കൊടുക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയാണ്. അതായത് ആ ഒരു ടീച്ചർ പറഞ്ഞു, നീ നിന്റെ കുടുംബത്തിന് ഭക്ഷിപ്പിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് വഴിയിൽ അദ്ദേഹം ഒരു ഉമ്മാനെയും ഒരു കുട്ടിനെയും കാണാണ്. അവര് വളരെ വിശന്ന് അങ്ങനെയും പ്രയാസത്തോടു കൂടി നിൽക്കുന്ന ഒരവസ്ഥ ഇയാൾക്ക് മനസ്സിലായി. അപ്പൊ അദ്ദേഹം പറയാണ്, സ്വർഗം ഞാൻ കണ്ണിൽ കണ്ടു, ഇവരെ ഞാൻ സഹായിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ഞാൻ കണ്ണിൽ കണ്ടു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയാണ്. അപ്പോൾ സ്വന്തം കുടുംബത്തിന്റെ ആ ഒരു ദാരിദ്ര്യമൊക്കെ അദ്ദേഹം പറ്റ മറന്നുപോയിട്ട് ആ 2 ഭക്ഷണവും അത് കയ്യിലുള്ള 2 പ്ലേറ്റും ഈ ഉമ്മക്കും കുട്ടിക്കും കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചു നടന്നു. അങ്ങനെ തിരിച്ചു നടക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കുറ്റബോധം ഷെയ്ത്താൻ ഇങ്ങനെ ഇട്ടുകൊടുക്കുമല്ലോ. നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പൈസ ഒക്കെ കൊടുത്താല് അത്ര ഒന്നും കൊടുക്കണ്ടില്ല, ഇത്ര കൊടുത്താൽ മതിയെന്ന്, അങ്ങനെ ഒരു രീതിയിൽ ഒരു ഷെയ്ത്താന്റെ ഒരു അറ്റാക്ക് വരില്ല. അങ്ങനെ ഷെയ്ത്താന്റെ അറ്റാക്ക് ഉണ്ടെങ്കിലും അദ്ദേഹം വീട്ടിലെത്തിയിട്ട് ഇനി എന്താ ചെയ്യുക, എങ്ങനെ ഞാൻ വീട്ടില് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഡോറ് ഒരാൾ വന്ന് മുട്ടി. അപ്പൊ മുട്ടിയപ്പോ എന്താണ് അത് അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ സമയത്തുള്ള ഒരു ഫ്രണ്ട് എന്തോ ആണ്. അപ്പം പറഞ്ഞു, ഞാൻ നിന്റെ ഉപ്പാന്റെ അടുത്ത് നിന്ന് 20 വർഷം മുമ്പ് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ വ്യക്തിയെ തെരഞ്ഞുകൊണ്ടിരിക്കണം. ഉപ്പ എന്തായാലും മരണപ്പെട്ടിട്ടുണ്ട്, ഇനി ഉപ്പാന്റെ ബാക്കി ആരാ എന്ന് ഞാൻ തെരഞ്ഞു നടക്കുമ്പോഴാണ് നിങ്ങളെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ഉപ്പാന്റെ പൈസയാണ്, അത് ഇതാ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. അത്യാവശ്യം വലിയൊരു എമൗണ്ട് തന്നെ ആ ഒരു വ്യക്തി കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ സഹായിക്കുന്ന വഴികളാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ അദ്ദേഹം ആ പൈസ കൊണ്ട് ഭയങ്കര സമ്പന്നനായി, അവരുടെ നാട്ടിൽ തന്നെ ഭയങ്കര സമ്പന്നരുടെ കൂട്ടത്തിൽ അദ്ദേഹം പെട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, കൂടുതൽ ചാരിറ്റി ചെയ്യാൻ തുടങ്ങി. അള്ളാഹു നൽകിയിട്ടുള്ള ഈ ഒരു അനുഗ്രഹത്തിന് അദ്ദേഹം തിരിച്ച് നന്ദി പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറയണം, എപ്പോഴൊക്കെയോ മനസ്സിൽ ചെറിയൊരു ഓവർ കോൺഫിഡൻസ്, ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ തോട്ട്സ് ഒക്കെ ഇയാളുടെ മനസ്സിൽ വന്ന് തുടങ്ങി. അപ്പോൾ നിയ്യത്തിൽ മാറ്റം ഇങ്ങനെ ചെറുതായിട്ട് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കൊടുക്കാൻ തുടങ്ങി. കുറെ ഗുഡ് ഡീഡ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴൊക്കെ മനസ്സിൽ ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്നുള്ളൊരു തോട്ട് ഇയാൾക്ക് കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പറയാണ്, ഒരിക്കലും ഒരു ദിവസം രാത്രി അദ്ദേഹം ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തില് ഖിയാമത്ത് നാള് സംഭവിക്കുന്നതായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പോ അവിടെ മലായിക്കത്തുകളൊക്കെ പറയുന്നുണ്ട്, വായോ നിങ്ങളുടെ അമലുകളൊക്കെ നിങ്ങൾ വന്ന് തൂക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ എല്ലാ ഈ സമ്പന്നനായ ശേഷം കുറെ കാര്യം ചെയ്തിട്ടുള്ള വലിയ ക്വാണ്ടിറ്റി നന്മകളൊക്കെ കൊണ്ടുപോയിട്ട് തൂക്കി നോക്കി. പക്ഷെ അതൊന്നും യാതൊരു വെയിറ്റും അദ്ദേഹത്തിന്റെ തുലാസിൽ കാണിക്കുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് വിഷമമായി തുടങ്ങി, എന്താ ഇത്രയും ഞാൻ ചെയ്തിട്ടും ഇതൊന്നും വെയിറ്റ് എടുക്കുന്നില്ലല്ലോ. കാരണം അദ്ദേഹത്തിന്റെ നിയ്യത്തിൽ അവിടെ ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ നിയ്യത്ത്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പിന്നെ മലായിക്കളത്ത് ചോദിച്ചു, ഹൽ ബഖിയ എന്തെങ്കിലും ബാക്കിയുണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്ന 2 പ്ലേറ്റ് ആ ഉമ്മാക്കും മോൻക്കും കൊടുത്തിട്ടുള്ള 2 പ്ലേറ്റ് ഓർമ്മ വന്നു. അങ്ങനെ ആ 2 പ്ലേറ്റും തുലാസിന്റെ നല്ല ഭാഗത്ത്, അതായത് വെയിറ്റ് നന്മയുടെ തുലാസിന്റെ ഭാഗത്ത് വെച്ചപ്പം അത് നല്ല വെയിറ്റ് കൂടി. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും ഈക്വലായി, അതായത് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ഈക്വലായാലും ആറാഫിലല്ലേ എത്തുക അല്ലെ. അങ്ങനെ പിന്നെയും അദ്ദേഹം ആലോചിച്ച്, ഇനി എന്താണ് റബ്ബേ ഉള്ളത് എന്നുള്ളത്. അപ്പോഴാണ് ആ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് വന്നിട്ടുള്ള ആ കണ്ണുനീരും ആ കുഞ്ഞിന്റെ മുഖത്ത് വന്നിട്ടുള്ള ആ ഒരു പുഞ്ചിരിയും, അത് രണ്ടും ഒരു ഫിസിക്കൽ ഫോം, അതായത് അതിനൊരു രൂപം കിട്ടി.
അങ്ങനെ ആ ഉമ്മാന്റെ കണ്ണുനീര് വലിയൊരു തടാകമായി മാറി എന്നാ പറഞ്ഞത്. ആ തടാകത്ത് നിന്ന് ഒരു മീന് പുറത്തേക്ക് വന്ന്, അങ്ങനെ ആ മീന് ഈ ഒരു തുലാസിൽ വെച്ചതോടു കൂടി അദ്ദേഹത്തിന്റെ തുലാസ് സുബ്ഹാനല്ലാഹ് ഭാരം കൂടി, അങ്ങനെ അദ്ദേഹത്തിന് ജന്നത്തിലേക്കുള്ള വഴിയായി എന്ന് പറയുന്നത്. അത് കണ്ടപ്പോ മലായിക്കത്തുകളൊക്കെ ലഖദ് നജാ, നീ എന്താണ് വിജയിച്ചു എന്നുള്ള രീതിയിൽ സന്തോഷ വാർത്ത നൽകി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹം, ഇത് സ്വപ്നാണ്. അദ്ദേഹം രാവിലെ എഴുന്നേറ്റപ്പോ അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് പറയാണ്, ഞാൻ ഈ ചെയ്തിട്ടുള്ള കർമ്മം എന്തെങ്കിലും ഭൗതിക താല്പര്യത്തോട് കൂടി ആയിരുന്നെങ്കിൽ ആ ഒരു തടാകത്തിൽ നിന്നും ആ ഒരു മത്സ്യം പുറത്തേക്ക് വരില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു കർമ്മത്തിന്റെ തുലാസില് അത് ഭാരം കൂടില്ലായിരുന്നു എന്ന്. ആലോചിച്ച് നോക്കി, എത്രയോ ചെറിയൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. 2 പ്ലേറ്റ് ഫുഡാണ് അന്നമ്മക്കും കുട്ടിക്കും കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ നിയത്ത് ഏറ്റവും പ്യുവർ ആയിരുന്നു. അള്ളാഹുന് മാത്രമായിരുന്നു, വേറെ ആർക്കും ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹം വലിയ വലിയ കുന്നോളം നന്മകൾ അപ്പുറത്ത് ചെയ്തിട്ടും അതൊന്നും ആ ഒരു തുലാസിൽ യാതൊരു ഭാരവും വെച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണ്, നമ്മൾ ക്വാളിറ്റിയോട് കൂടി, നമ്മൾ കുറെ ക്വാണ്ടിറ്റി ചെയ്യുന്നതിന് പകരം ക്വാളിറ്റിയോട് കൂടി ചെയ്യുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് നമുക്ക് എന്താണ് ലെസൺസ് നൽകുന്ന ഒരു സ്റ്റോറി കൂടിയാണ് ഇത് അല്ലെ. നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ആ ടീച്ചറിന്റെ കാര്യം, അല്ലെങ്കിൽ അഹ്മദ് ബിൻ മിസ്കിൻ അവരുടെ ടീച്ചറിനെ കുറിച്ചിട്ട് തന്നെ മനസ്സിലാക്കാം. അദ്ദേഹം എന്താ ചെയ്തേ, ഒരു അഡ്വൈസ് ചോദിച്ചപ്പോ അഡ്വൈസ് അവിടെ വരെ എന്താണ്, അള്ളാഹു എന്നുള്ള ആ ഒരു ഹാറ്റ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ള ഹാറ്റാണ് അദ്ദേഹം ആദ്യം മനസ്സിൽ വെച്ചിട്ടുള്ളത്. ഞാൻ ഈ ഒരു അഡ്വൈസ് ഈ വ്യക്തിക്ക് നൽകുന്നത് അള്ളാഹുവിന്റെ അടുത്ത് എനിക്ക് പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് എന്ന് അദ്ദേഹം വെച്ചത്. കാരണം എന്താണ്, ഒരുപാട് ബറക്കത്ത് ആ ഒരു അഡ്വൈസിലും എന്താണ് ആ ഒരു കർമ്മത്തിലും അദ്ദേഹത്തിന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിൽ നിന്ന് മറ്റേത് അബൂ നസർ സയ്യാദിൽ നിന്ന് അദ്ദേഹം ഒന്നും വാങ്ങിയതുമില്ല. അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എനിക്ക് ഇതിന് പ്രതിഫലം ലഭിക്കേണ്ടത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി. പിന്നെ രണ്ടാമതായിട്ട് അബൂ നസർ സയ്യാദ് ആ ഒരു ഉമ്മക്കും മോൻക്കും കൊടുത്തപ്പോൾ ഉള്ള ആ ഒരു എന്താണ് ക്വാണ്ടിറ്റി വളരെ കുറച്ചാണെങ്കിൽ പോലും അതിന്റെ ആ ഒരു ഇഖ്ലാസ് കാരണം അതാണ് നമ്മളുടെ തുലാസിലെ ഏറ്റവും ഭാരം കൂടിയത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഇത് നിസ്സാരല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അത് നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമില്ല. കാരണം ചിലപ്പം ആ ഒരു കർമ്മം ആയിരിക്കും നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാരണം. നമ്മൾ അപ്പുറത്ത് കുറേ വലുത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ചിലപ്പം അള്ളാഹുവിന്റെ എന്താണ് കണ്ണിൽ വലിയ സംഭവമായിരിക്കുക, നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ ഏതെങ്കിലും കർമ്മമായിരിക്കും. അതുകൊണ്ട് ഒന്നിനെയും നിസ്സാരമാക്കരുത് എന്നുള്ളൊരു പാഠം കൂടെ നമുക്ക് അൽഹംദുലില്ലാഹ് ഈ ഒരു സ്റ്റോറിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ റിയാ ഉണ്ടെങ്കിൽ, അതായത് മറ്റുള്ളവർ കാണണം അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ കുറിച്ച് നല്ലത് പറയണം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് എന്തെങ്കിലും കർമ്മം ചെയ്താൽ അതൊക്കെ നാളെ ധൂളികളായിട്ട് പോകും. അതായത് എത്ര കുന്നോളം നമുക്ക് നന്മകൾ ഉണ്ടെങ്കിലും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൂളികളായിട്ട് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർമ്മങ്ങളിൽ എപ്പോഴും ആ ഇഖ്ലാസ് നമ്മൾ കീപ്പ് ചെയ്യുക, എപ്പോഴും അള്ളാഹുവിന്റെ ഇഖ്ലാസിന് വേണ്ടി ദുആ ചെയ്യുക. ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താണ്, അല്ലാഹുമ്മ ജഅൽ അമലി കുല്ലഹു സാലിഹൻ വജഅൽഹു ലിവജ്ഹിക ഖാലിസൻ വലാ തജ്അൽ ലിഅഹദിൻ ഫീഹി ഷൈഅ. ഇതെപ്പോഴും നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നമുക്കറിയില്ല എപ്പോഴൊക്കെയാണ് നമ്മുടെ നിയത്തുകൾ മാറിപ്പോകുന്നത്, എപ്പോഴൊക്കെയാണ് നമുക്ക് മറ്റുള്ളവർ കാണുമ്പോൾ അതൊന്നും കൂടെ എക്സ്ട്രാ ആക്കണം എന്നൊക്കെ തോന്നുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ചും നമ്മൾ ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നിയത്ത് കൂടിയാണ്, എല്ലാം അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ് എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, ഇതാണ് ആ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ലെസൺസ്. ഇനി അടുത്തായിട്ട് നമ്മൾ സ്ത്രീകളാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഹാറ്റ് നമ്മൾ ധരിക്കുമ്പോൾ ഒരുപാട് ഹാർസ് ഉണ്ടാകും. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുമ്പം ഒരാള് എന്താണ് പ്രഗ്നന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആവുമ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്താ പറയാ, മറ്റുള്ള അല്ലാത്ത സ്റ്റേജിൽ, ഇപ്പൊ നോർമലി പ്രഗ്നന്റ് അല്ലാത്ത സ്റ്റേജിൽ ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ അങ്ങനെയുള്ള ഒരാൾ, ഞാൻ ഇനി എന്താ ചെയ്യാ, പക്ഷെ എന്താണ് പ്രഗ്നന്റ് അല്ലായിരുന്നു, എനിക്ക് അങ്ങനൊക്കെ ചെയ്യായിരുന്നു, അവള് ചെയ്യുന്ന പോലെ എനിക്കും ചെയ്യായിരുന്നു, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഏത് സിറ്റുവേഷനിലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണോ ആ സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ആ സിറ്റുവേഷനിൽ ചെയ്യാം.
അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രയോറിറ്റി. ഇപ്പോ എന്താണ്, ഒരു ഉമ്മ നിസ്കരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ ആ ഉമ്മാക്ക് അപ്പുറത്ത് കുഞ്ഞു മോനുണ്ട്, മോന് ഭയങ്കര കരച്ചിൽ കരയാണ്. ഉമ്മാക്കോടെ നിസ്കാരം എന്താണ് നല്ലപോലെ നിസ്കരിക്കണം എന്നുണ്ട്, പക്ഷെ കുട്ടിയുടെ കരച്ചിൽ കാരണം നിസ്കരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾക്ക് അവിടെ പ്രയോറിറ്റി ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ആ നിസ്കാരം നിർത്തിയിട്ട് ആ കുഞ്ഞിനെ ആ സമയത്ത് നമ്മൾ നോക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ആ കുഞ്ഞിനെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ വീണ്ടും എന്താണ് നിസ്കാരത്തിലേക്ക് പോവാണ് വേണ്ടത്. കാരണം അവിടെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അള്ളാഹുവിന് ചെയ്യുന്ന ഒരു കർമ്മമാണെങ്കിൽ പോലും അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്താണ് നമ്മുടെ കുഞ്ഞ്. ആ കുഞ്ഞിന്റെ ആവശ്യം നമ്മൾ നിറവേറ്റിയിട്ട് നമ്മൾ എന്താണ് അള്ളാഹുവിന്റെ ഈ ഒരു ഇബാദത്തിലേക്ക് പോവാണ് വേണ്ടത്. അപ്പോഴും നമ്മളുടെ ഫോക്കസ് എന്തായിരിക്കണം, അള്ളാഹു ആയിരിക്കണം. ഞാൻ ഇപ്പൊ ചെയ്യുമ്പോൾ ഇവിടെ അള്ളാഹുവിന് എന്താണ് ആവശ്യം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അള്ളാഹുൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം നമ്മളുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എല്ലായിടത്തും നമ്മൾ സ്ത്രീകൾ മോസ്റ്റ്ലി എന്താണ് സെൽഫ് കെയർ പറ്റ കുറവായിരിക്കും ചില ആളുകൾക്കൊക്കെ. അതായത് സ്വന്തം കാര്യം തീരെ നോക്കാണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന, അങ്ങനെയും നമ്മൾ ആകരുത്. നമ്മളിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം. അതായത് നമ്മൾക്ക് നമ്മളുടെ ബോഡിക്ക് കുറച്ച് എനർജി കൊടുക്കണം. എന്നാൽ മാത്രമാണ് എന്ത് നമുക്ക് പിന്നീട് അടുത്ത കർമ്മങ്ങൾ കുറച്ചും കൂടെ എന്താണ് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളെ ഏത് സിറ്റുവേഷനിലാണ് അള്ളാഹു നിർത്തിയിട്ടുള്ളത് ആ സിറ്റുവേഷന് നമ്മൾ ഏറ്റവും നല്ലതായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് കുറച്ച് എന്താണ് പ്രാക്ടിക്കൽ ടിപ്സ് നമുക്ക് മനസ്സിലാക്കാണ്ട്. അതായത് നമ്മളെ അള്ളാഹു ഏത് സിറ്റുവേഷനിലായിട്ടുള്ളത് ആ സിറ്റുവേഷനിൽ നമ്മൾ ഇത് അള്ളാഹു എനിക്ക് ഇപ്പൊ തന്നിട്ടുള്ള ബെസ്റ്റ് സിറ്റുവേഷൻ ആണ് എന്നുള്ള ആ ഒരു അടിയുറച്ച വിശ്വാസം നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. കാരണം അള്ളാഹുവിന് മാത്രമാണ് നമുക്ക് ഏത് സിറ്റുവേഷനാണ് നല്ലത് എന്നറിയുള്ളൂ. നമ്മളിപ്പോ വിചാരിക്കും പക്ഷെ ഇതൊന്ന് കഴിഞ്ഞിട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഈ പരീക്ഷണങ്ങളൊന്നും പോയി കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ വരും അല്ലെ. പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾക്ക് മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സിറ്റുവേഷൻ എനിക്ക് എൻ്റെ റബ്ബ് ഇപ്പൊ നൽകിയത് ഏറ്റവും ബെസ്റ്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് എനിക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പരിമിതിയിൽ, അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ്, അതായത് നമ്മൾ ഏത് സിറ്റുവേഷനിലാകുമ്പോഴും നമ്മൾ കുറച്ച് പ്രാക്ടിക്കലി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊരു സാഹചര്യത്തിലും എന്നുള്ളത് ജസ്റ്റ് 1 by 1 നോക്കാട്ടോ. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സ്വബറാണ്. സബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള സബറുകളുണ്ട് അല്ലെ. നമ്മൾ ആരാധന കർമ്മങ്ങളിൽ നമുക്ക് സബർ വേണം, മറ്റ് വ്യക്തികളായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ നമുക്ക് സബർ വേണം, അല്ലെങ്കിൽ നമുക്ക് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും, അതായത് പരീക്ഷണങ്ങൾ ഉണ്ടാകും, അവിടെയും നമുക്ക് സബർ വേണം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നെങ്കിലും നമുക്ക് അത് പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഒരു പരീക്ഷണ ഘട്ടങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ നമ്മളെപ്പോഴും അള്ളാഹുവിനടുത്ത് തൃപ്തി രേഖപ്പെടുത്തണം. അതായത് അള്ളാഹു ഏത് സിറ്റുവേഷൻ നമുക്ക് തന്നാലും അത് നമുക്ക് ഹയർ ആണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ അടുത്ത് വരണം അല്ലെ. അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു ഈസി ടിപ്പും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, നമ്മൾ നമ്മളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക, അതായത് നമ്മളെക്കാളും കൂടുതൽ പരീക്ഷണം അനുഭവിച്ച ആളുകളിലേക്ക് നോക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇപ്പോ ഇപ്പൊ അടുത്ത് എന്താണ് ഷാർജയില്, അതായത് മഴ നന്നായിട്ട് പെയ്തിട്ട് അവിടെയൊക്കെ എന്താണ് കറണ്ടും വെള്ളമൊക്കെ കട്ട് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താണ് നമ്മള് അത് നേരിട്ട്, അതായത് എന്താണ് എന്റെ ഹസ്ബൻഡിന്റെ എന്താണ് റിലേറ്റീവ്സ് അല്ല ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ പ്രയാസം പറഞ്ഞത് ഇങ്ങനെ കേൾക്കാണ്. അപ്പൊ ഞാൻ ആലോചിക്കാണ്, ഗസയില് എത്ര കാലങ്ങളായിട്ടാണ് അവർക്ക് എന്താ പറയാ കറണ്ടും വെള്ളമില്ലാതെ അവർ കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മള് അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ നമ്മളുടെ കുറച്ചും കൂടെ നമ്മളെക്കാളും അനുഭവിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും എന്താ സമാധാനം. അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ശുക്ർ ചെയ്യും, അൽഹംദുലില്ലാഹ് അള്ളാഹു അത്രയും തന്നെ പരീക്ഷിച്ചിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത വരും. അപ്പൊ അതാണ് നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം. അത് എല്ലാത്തിലും സബർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടോപ്പിക്കൊന്നല്ല, വലിയ വിശാലമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ സബർ അത് നമ്മൾ ഏത് സാഹചര്യത്തിലും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഏത് സാഹചര്യമാണെങ്കിലും നമ്മൾ അൽഹംദുലില്ലാ എന്നുള്ള ആ ഒരു എന്താണ് പ്രയോഗം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. ലഇൻ ശകർതും ലഅസീദന്നകും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ ശുക്ർ ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടുതൽ എന്താണ് വർദ്ധിപ്പിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സബറോട് കൂടി നമ്മൾ നമ്മളുടെ ഏത് സിറ്റുവേഷൻസും മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ
ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ നന്ദി രേഖപ്പെടുത്തുക അവരുടെ അടുത്ത്. ഇപ്പൊ ഒരാൾ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ അൽഹംദുലില്ലാ ജസാക്കില്ല ഖൈറൊക്കെ നമ്മൾ നന്നായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് അങ്ങനെ പറഞ്ഞാല് അവർക്ക് എന്ത് തോന്നും അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത ഓട്ടോമാറ്റിക്കലി വരാറുണ്ടായിരുന്നു അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ മുന്നിൽ നമ്മൾ അവർക്കത് കാണിച്ചു കൊടുക്കണം, നമ്മൾ എങ്ങനെയാണ് നന്ദി രേഖപ്പെടുത്തുന്നതൊക്കെ. ഇപ്പൊ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാളെ നമ്മൾ കാണുമ്പോൾ നമ്മളടുത്ത് അവർ കൈ നീട്ടി വരുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു ഹദിയ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം. കാരണം മക്കൾ നമ്മളെ കണ്ടിട്ട് പഠിക്കണം. അവർ വലുതാകുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്റെ ഉമ്മ ഇപ്പൊ ഇങ്ങനെയാണല്ലോ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയാ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കരുത് അല്ലെ. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അല്ലാതെ നമ്മൾ നന്ദി രേഖപ്പെടുത്തി കൊടുക്കുക. അതുപോലെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. നമ്മൾ ഈവൻ ഒരു വെയിറ്ററിന്റെ മുഖത്ത് നോക്കി സ്മൈൽ ചെയ്യുന്നത് വരെ എന്താണ് അവർക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയും സന്തോഷങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നന്ദി കാണിച്ചുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാം. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിവിടെ എന്താണ് ആരാധന കർമ്മങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് എന്തായാലും നിർബന്ധമുള്ള കാര്യങ്ങളാണ്. നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗിവിങ് അറ്റൻഷൻ. അതായത് നമ്മളറിയാം നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട്, വീട് ക്ലീൻ ആക്കുന്നുണ്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു എക്സ്ട്രാ അറ്റൻഷൻ നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. മക്കള് എന്നല്ല, ആരായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിലുള്ള ബാക്കി മെമ്പേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇനി ഒരു ടീച്ചറാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ആർക്കും നമ്മൾ എന്താണ് ഒരു എക്സ്ട്രാ അറ്റൻഷൻ കൊടുക്കുമ്പോൾ അത് വളരെ വലിയ എന്താണ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അതിൽ വലിയ ബെനിഫിറ്റ് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് അതൊന്നും പ്രശ്നമില്ല, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ എന്താണ് ഒരു എക്സ്ട്രാ അറ്റൻഷൻ നമ്മൾ എങ്ങനെയാണോ വേണ്ടത് ആ ഒരു കറക്റ്റ് വേയിൽ നമ്മൾ അവർക്ക് കൊടുക്കണം. കാരണം മനുഷ്യന്മാരാണ്, അവർക്ക് എപ്പോഴും ഇമോഷൻസ് ഉണ്ടാകും. അതുപോലെ ഫിസിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ടച്ച് ഒക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ബാധ്യതകളൊക്കെ നമ്മൾ ചെയ്തല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം പ്ലസ് എക്സ്ട്രാ എന്തെങ്കിലും ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നുള്ള രീതിയിൽ അറ്റൻഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ്. അതാണ് അടുത്തൊരു ടിപ്പ്. ഇനി നാലാമതായിട്ട് നമ്മൾ എന്തെങ്കിലും എന്താ പറയാ ടെസ്റ്റ് അള്ളാഹുവിന്റെ പരീക്ഷണം നമ്മൾ എന്താണ് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഓടിപ്പോവല്ല ചെയ്യേണ്ടത്. അത് നമ്മൾ കറേജോട് കൂടി ഭയങ്കര സ്ട്രെങ്തോട് കൂടി അതിനെ ഫേസ് ചെയ്യാണ് വേണ്ടത്. കാരണം അള്ളാഹു നമുക്ക് ഏത് സിറ്റുവേഷൻ തന്നാലും എന്താണ് അത് നമുക്ക് ഹയറാണ് അല്ലെ. അപ്പൊ ആ ഒരു ചിന്തയോട് കൂടി നമ്മൾ എല്ലാ നമ്മൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പരീക്ഷണങ്ങളും നമ്മൾ അതായത് നമ്മളിത് നേരിടണം. അപ്പോൾ അള്ളാഹു നമ്മളെ കൂടുതൽ സ്ട്രോങ് ആക്കും. നമുക്കറിയാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീയിലിട്ട് അദ്ദേഹം എന്താണ് ആ ടെസ്റ്റ് അത്രയും എന്താണ് ധൈര്യത്തോട് കൂടി എടുത്തപ്പോ എന്താണ് അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ ധൈര്യം നൽകി. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം അതിലേറെ സ്ട്രോങ് ആയിട്ടാണ് പിന്നീട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ടെസ്റ്റ് അള്ളാഹു നൽകിയാലും അള്ളാഹു നമുക്ക് അതിൽ എക്സ്ട്രാ ബെനിഫിറ്റ് നൽകും. പക്ഷെ നമ്മൾ അവിടെ എന്താകണം, ഏറ്റവും എന്താണ് നല്ല രീതിയിൽ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. പിന്നീട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മളത് ചെയ്യണം എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ ഒരു എന്താ പറയാ ഏതെങ്കിലും വീട്ടിലൊക്കെ പോയി നമ്മൾ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ടോയ്ലറ്റ് ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഇയാൾ ചെയ്തത് അങ്ങനെ ഒരു മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് ചെയ്യാം. കാരണം എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഒരാള് മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ട്. അത് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോട്ടൽ മുറിയിലൊക്കെ പോയിട്ട് എന്താണ് അവിടെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ഒതുക്കി തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ പറയും, ഓ നല്ലൊരാള്, ഇതൊക്കെ നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അത്ര പണി ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ എന്ന് പറയും അല്ലെ. അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി. ചെറിയ ചെറിയ ആക്ഷൻസ് സത്യം പറഞ്ഞാൽ അത് വലിയ എന്താണ് വാക്കുകൾ അപ്പുറത്ത് കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ആക്ഷൻസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മളെ തന്നെ സ്വയം വിചാരണ ചെയ്യാം. അവരെ ഇങ്ങനെ ആക്കുന്നതിന് പകരം നമ്മൾ നമ്മളെ തന്നെ, ഞാൻ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം ക്വസ്റ്റ്യൻ ചെയ്യാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് നമ്മുടെ അടുത്ത് നിന്ന് വീണാൽ നമ്മൾ ചെയ്തറില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുട്ടികളുടെ നിന്നൊക്കെ വീണാൽ ചിലപ്പോൾ എന്താ ശ്രദ്ധിച്ചൂടെ എന്ന് എനിക്ക് നമ്മൾ പറയും.
അപ്പൊ നമ്മള് അത് ചെറിയൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മളാണ് ആ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനൊരു എന്തെങ്കിലും ഒരു ഒഴികഴിവ് കണ്ടെത്തും. പക്ഷെ മറ്റുള്ളവരെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ ചെയ്യുന്നത് എന്നുള്ള രീതി വരും. അതുകൊണ്ട് നമ്മൾ സ്വയം വിചാരണ, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മളെ തന്നെ ആദ്യം ജഡ്ജ് ചെയ്യുക. കാരണം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ ഓരോരുത്തരെയും ഹൃദയങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അവസാനമായിട്ടും റിയൽ ഹാപ്പിനെസ്, അതായത് സന്തോഷം. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് അതിന് കിട്ടുന്ന ലൈക്ക്, കമന്റ്, ഷെയർ, ഇതൊക്കെയാണ് നോർമലി ഇപ്പോഴത്തെ കാലത്ത് ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഭയങ്കര തൃപ്തി നേടാം. അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് ആരൊക്കെ കണ്ടു, എന്താരൊന്നും പറയാത്ത, ഇങ്ങനത്തെ ചിന്തകളൊക്കെ ആയിരിക്കും നോർമലി ഉണ്ടാകുക. പക്ഷെ ശരിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ജീവിക്കുന്ന ഒരു പീസ്ഫുൾ ആയിട്ട് അള്ളാഹുവിന്റെ അബുദ്ധായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനാണ് യഥാർത്ഥത്തിൽ എന്താണ് റിയൽ ഹാപ്പിനെസ്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണ തൃപ്തി കിട്ടുള്ളൂ. മറ്റേതെല്ലാം നമ്മളിങ്ങനെ പല ആളുകളിൽ നിന്ന് നമ്മൾ സന്തോഷം ഇങ്ങനെ വാങ്ങാൻ നോക്കുകയാണ്. അങ്ങനെ സന്തോഷം എന്ന് പറഞ്ഞാല് അങ്ങനെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല അല്ലെ, നമുക്ക് അത് അനുഭവിക്കാനുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ട് ഒരു പീസ്ഫുൾ ലൈഫ് നമ്മൾ ജീവിക്കുമ്പോൾ, അള്ളാഹുവിന് നമ്മൾ അങ്ങോട്ട് സറണ്ടർ ചെയ്യുമ്പോൾ, അള്ളാഹുവിന് വേണ്ടിയിട്ട് മാത്രം പൂർണ്ണമായിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുക. നമ്മൾ ഏത് വിഷമമുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ഇതൊക്കെ എൻ്റെ റബ്ബിന്റെ തീരുമാനമാണല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ മനസ്സ് കാമാക്കിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ സന്തോഷം കിട്ടും. എത്ര വിഷമമുള്ള സിറ്റുവേഷനിൽ നമുക്ക് ആ സന്തോഷം അള്ളാഹു നൽകും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മള് ഹാർട്ട്, ആ ഒരു അടിമ, അള്ളാഹുവിന്റെ അടിമ എന്നുള്ള ഹാർട്ട് ഏറ്റവും ഭംഗിയിൽ നമ്മൾ ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ ഹാപ്പിനെസ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ മുസ്ലിംസിന്റെ സ്വഭാവം പറയാണ്, അജബൻ ലി അംരിൽ മുഅ്മിൻ അല്ലെ. നമുക്ക് അറിയുന്ന ഒരു ഹദീസാണ്. ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ ഒരു മുഅ്മിനിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. അള്ളാഹു അത് മുഅ്മിനല്ലാത്ത വേറൊരാൾക്കും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് എന്തെങ്കിലും തിന്മ ബാധിക്കുകയാണെങ്കിൽ എന്താകും, അദ്ദേഹം അവിടെ സബ്രോട് കൂടി നിൽക്കും. ഇനി അതെല്ലാം ഹൈർ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണെങ്കിലോ അദ്ദേഹം അള്ളാഹുവിന് ശുക്ർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരു ഓപ്റ്റിമിസ്റ്റിക് സ്വഭാവം, അതായത് ഒരു എല്ലാത്തിനെയും പോസിറ്റീവായി കാണുന്ന ആ ഒരു മെന്റാലിറ്റി നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരണം. എല്ലാതും പറയുമ്പോൾ ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടായിട്ട് തന്നെ ഉണ്ടോ പറയുന്നത്. നമ്മളുടെ ലൈഫിലൊക്കെ നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് പല മിസ്റ്റേക്സും നമ്മളിങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് നമ്മൾ പിന്നെയും തിരിച്ചു വരുന്ന ആളുകളൊക്കെയാണ്. അതുകൊണ്ട് വീണ്ടും ഓർമ്മപ്പെടുത്താണ്, ഒപ്റ്റിമിസ്റ്റിക് സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അള്ളാഹു എന്ത് നൽകിയാലും നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആകുക അല്ലെ. ഇപ്പോ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രയാസം വരുമ്പോൾ റബ്ബ് എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള സിറ്റുവേഷൻ ഇതെനിക്ക് ബെസ്റ്റ് ആണ്, ഞാനിവിടെ സബ്രോട് കൂടി നിൽക്കുക. അതാണ് മുഅ്മിന്റെ സിറ്റുവേഷൻ ഭയങ്കര അത്ഭുതമാണ്. എന്ത് വന്നാലും അവർക്ക് ഹൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ കാരണം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടിപ്സ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു സിറ്റുവേഷൻ അള്ളാഹു നമ്മളുടെ മുമ്പിൽ ഇട്ടെന്നാലും അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മളെ ബ്ലെസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ അള്ളാഹു എന്താണോ തന്നിട്ടുള്ളത് അത് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുക. അതായത് നമ്മളുടെ സാഹചര്യങ്ങളുടെ പരിമിതിക്ക് അനുസരിച്ചിട്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അതിന് ഉപയോഗിക്കാം. അത് നമ്മൾ പൈസ തന്നെ ആവണമെന്നില്ല. പാവപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും ആ ഒരു പൈസ ഇല്ലാത്ത അവസ്ഥയിൽ ഒരാളെയും പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് അള്ളാഹു ചിലപ്പോൾ നല്ല അറിവ് നൽകിയിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ അവർക്ക് നല്ല സഹായിക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ടാകാം. അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏത് കഴിവാണോ ആ കഴിവ് നമ്മൾ കണ്ടെത്തന്നെ വേണം. ഓരോരുത്തർക്കും അള്ളാഹു ഡിഫറെന്റ് ക്വാളിറ്റി നൽകിയിട്ടുണ്ട്. നമ്മൾ ആരും എനിക്കൊന്നുമില്ല, എനിക്ക് അള്ളാഹു ഒന്നും നൽകിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഓരോ ഡിഫറെന്റ് ബ്ലെസ്സിങ്സ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ അത് ഉപയോഗിക്കാം. അപ്പൊ മാത്രമാണ് നമുക്ക് ആ ഒരു റിയൽ ഹാപ്പിനെസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കുട്ടി, ഒരു 23 വയസ്സായിട്ടുള്ള തസ്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോള് മരിച്ച് നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടാകും. അവള് എന്ന് പറഞ്ഞാല് അവളുടെ ഉപ്പാന്റെ ഒരു പ്രസംഗം കേൾക്കാണ്ട്, ഉപ്പ ജയിലിൽ നിന്ന് പരോളൊക്കെ കിട്ടിയിട്ടുള്ള ഉപ്പാണ്. ആ ഉപ്പ പറയുന്നുണ്ട്, എന്റെ മോള് എന്നെക്കാളും മുന്നിലായ പല കാര്യങ്ങളിലെന്ന് പറയുന്നുണ്ട്. അവൾ ഏറ്റവും നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യായിരുന്നു, ഏറ്റവും നന്നായിട്ട് വരക്കായിരുന്നു, ഏറ്റവും നന്നായിട്ട് എഴുതായിരുന്നു. ഒരു ഉപ്പയാണ് ആ മകളെ കുറിച്ച് പറഞ്ഞത്. അത് മരിച്ചു കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് കണ്ണ് നിറയ്ക്കുന്ന വാക്കുകളാണത്. അപ്പം
നമ്മള് എത്ര കാലം ജീവിച്ചു എന്നല്ല, വെറും 23 വർഷം ആ കുട്ടി ജീവിച്ചപ്പോഴേക്കും ആളുകളുടെ മനസ്സിൽ ആ കുട്ടി എടുത്തിട്ടുള്ള ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അല്ലെ. അപ്പൊ നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നല്ല, നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പോയിന്റ് അല്ലെ. അപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റവും നന്നാക്കുക, നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ബെനിഫിഷ്യൽ ആക്കുക. നമ്മൾക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഈ കേൾക്കുന്ന ആളുകളെല്ലാവരും ഡിഫറെന്റ് സാഹചര്യങ്ങളിലൂടെ പോകുന്നവരായിരിക്കും. ആർക്കും അവർ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സിറ്റുവേഷൻ ഇതാണ്, ഞാൻ ഇവിടെ എങ്ങനെയാണ് സ്റ്റാൻഡപ്പ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അവരെങ്ങനെ നിൽക്കുന്നത് എന്നല്ല, നമ്മൾക്ക് നൽകിയിട്ടുള്ള ആ ഒരു നിധി നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ് ചെയ്യേണ്ടത്. അല്ല, അപ്പൊ നമ്മൾ ഒരിക്കലും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിരിക്കരുത്. അള്ളാഹു തീരുമാനിച്ചാൽ എന്നെ കൊണ്ട് എനിക്കിത് പറ്റും. അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ നിരന്തരം ദ്വാ ചെയ്യാം. നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാകും, പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ദ്വാ ചെയ്യാ, അള്ളാ എനിക്ക് ഇങ്ങനെ ആകണം റബ്ബേ, എനിക്കത് ഹൈറാണെങ്കിൽ നീ അത് എത്തിച്ചു താ റബ്ബേ എന്നുള്ള രീതിയിൽ നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും ദ്വാ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു എനിക്ക് ദുആ നൽകാൻ ഒരു സാഹചര്യം തന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു അതെനിക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഒരു നിധി തന്നിട്ടുണ്ട്, നമുക്ക് നമ്മളുടെ ഒരു കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാം. കാരണം അത് അള്ളാഹുവിന്റെ മാർഗത്തിലാകുമ്പോൾ നമ്മൾ അത് ആസ്വദിക്കും ചെയ്യും. അതുപോലെ തന്നെ അതിലുപരി നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലൊരു കിട്ടാനുള്ള ഒരു കാരണമാകും. അതുകൊണ്ട് നിരന്തരം ദുആ ചെയ്യാം, ഒരിക്കലും ദുആ കൈവിടരുത്. ഇതൊക്കെയാണ് അൽഹംദുലില്ലാഹ് നിങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പൊ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, അള്ളാഹു നമുക്ക് എല്ലാവർക്കും പല പല റെസ്പോൺസിബിലിറ്റീസ് നൽകിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് തരത്തിലുള്ള തൊപ്പികൾ ധരിക്കാനുണ്ട്. പക്ഷെ അവിടെ എല്ലാം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ അള്ളാഹുവിന്റെ അബ്ദാണ്, അമത്താണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ മനസ്സിൽ വെക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ അള്ളാഹുവിനെ പ്രയോറിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഇഖ്ലാസിന്റെ കാര്യം പറഞ്ഞു. സിൻസിയറിറ്റി, നിയ്യത്ത് പ്യൂർ ആക്കുക എന്നുള്ളത്, റബ്ബിന് വേണ്ടിയിട്ട് എന്നുള്ള ആ ഒരു നിയ്യത്ത് വെക്കുമ്പോൾ നമ്മളുടെ കർമ്മത്തിന് എത്ര ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് നാളെ നമ്മുടെ തുലാസിൽ അത് വലിയൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്വാണ്ടിറ്റി ആക്കിയിട്ട് അത് മാറ്റും. ആ ഒരു സ്റ്റോറിയിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ ചെയ്യാനുള്ള ക്വാളിറ്റിയോട് കൂടി കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ദുആ വീണ്ടും ഓർമ്മപ്പെടുത്താണ്, അല്ലാഹുമ്മ ഇജ്അൽ കുല്ല അമലി സ്വാലിഹ വജ്അൽഹു ലിവജ്ഹിക ഖാലിസ വലാ തജ്അൽ ലിഅഹദിൻ മിൻഹു വലാ തജ്അൽ ലിഅഹദിൻ ഫീഹി ശൈഅ. അതുപോലെ തന്നെ നമ്മൾ അല്ലാഹുവിന്റെ അടുത്ത് എപ്പോഴും നിയ്യത്ത് പുതുക്കുന്നവരായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനെ നല്ലൊരു അബദാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം അള്ളാഹു നമ്മൾ ഫോക്കസ് നൽകിയാൽ മാത്രമാണ് നമ്മളുടെ കർമ്മങ്ങൾക്ക് കൂടുതൽ ഭംഗി ലഭിക്കുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന്റെ അബദാകുന്ന ആ ഒരു തൊപ്പി ധരിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ അള്ളാഹു നൽകിയിട്ടുള്ള ആ ഒരു കഴിവ്, നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് കഴിവുകൾ നൽകിയിട്ടുണ്ട്. അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിനെ ഉപയോഗിക്കുക. അത് ഏതും ആകാം, അത് ഓരോരുത്തരും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ ആ ഒരു കഴിവ് നമ്മൾ ഇല്ലാതാക്കരുത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ടിപ്സുകളൊക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ടിപ്സുകളൊക്കെ മനസ്സിൽ ഓർക്കുക. സുബ്ഹാനല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരാണെന്നുണ്ടെങ്കിൽ കൈകൾ ഉയർത്തുക, റബ്ബിനോട് തേടുക, അല്ലാഹുവേ എനിക്ക് നീ അത് നൽകണേ എന്നുള്ള രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ റബ്ബ് നമ്മുടെ പ്രാർത്ഥന ഉറപ്പായിട്ടും കേൾക്കും. സുബ്ഹാനല്ലാഹ് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാകുമുല്ലാഹു ഖൈർ. ബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.